2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോഞ്ചിൽ ഒന്നാണ് പഞ്ചിന്റെ ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് 7 ലക്ഷം യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ട ഈ ഒരു വാഹനത്തിന് 2026 ഒരു ഫേസ് ലിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ടാറ്റ. ആൻഡ് ഫേസ് ലിഫ്റ്റിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. പുതിയൊരു എഞ്ചിൻ പവർ ട്രെയിൻ ഫിഗേഴ്സ് വരുന്നുണ്ട്. നമുക്ക് CNGയിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. ഒരു പുതിയ കളർ തീം പാറ്റേൺ വരുന്നുണ്ട്. ഡിസൈൻസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇന്റീരിയർ കാര്യമായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു മുഖം ഇരിക്കൊണ്ട് തന്നെയാണ് ഏറ്റവും പുതിയ പഞ്ചിനെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഡിസൈൻ കുറച്ചുകൂടി ബോൾഡർ ആക്കിയിട്ടുണ്ട്. ഒരു റീഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടെണ്ണിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന ഒരു LED DRLs ആണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ഒരു മിഡിൽ പോർഷൻ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഫ്രണ്ടിൽ ക്യാമറ വരുന്നുണ്ട്. കൂടാതെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഓട്ടോ LED ഹെഡ്ലാംപ്സ് വരുന്നുണ്ട്. റെയിൻ സെൻസറിംഗ് വൈപ്പേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സോ ബമ്പറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡ്ലാമ്പിനാണ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് LED പ്രൊജക്ടർ യൂണിറ്റ്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. കൂടാതെ എയർ ഇൻടേക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ് സിൽവർ എലമെന്റിലുള്ള ഒരു സ്കിഡ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഫ്രണ്ട് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് കുറച്ചുകൂടി കമാൻഡിംഗ് ആയിട്ടും കുറച്ചുകൂടി ബോൾഡർ ഡിസൈൻ കൊടുക്കാനും ടാറ്റ മോട്ടോഴ്സിന് ഈ ഒരു പഞ്ചിലൂടെ സാധിച്ചിട്ടുണ്ട്. 16 ഇഞ്ച് വലുപ്പമുള്ള വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മും ആണ് വരുന്നത്. മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുള്ള മിറർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഡോറുകളിൽ റിക്വസ്റ്റ് സെൻസേഴ്സ് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് വരുന്നുണ്ട്. ഒരു പ്രോപ്പർ ഡോർ ഹാൻഡിൽ നമുക്ക് വരുന്നില്ല. ഈ ഒരു പില്ലറിലാണ് അതിൻ്റെ ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ടാറ്റ പഞ്ചിന്റെ റിയർ പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു ഡിസൈൻ റീവർക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വലിയ ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടെണ്ണിനെ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലോസി ബ്ലാക്ക് എലമെന്റിനാണ് അത് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ തീം പാറ്റേൺ കൂടിയാണ് ഈ ഒരു ടെയിൽ ലാമ്പിൽ കൊടുത്തിരിക്കുന്നത്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. നമുക്കൊരു സ്പോയിലറും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. ഡിഫോഗർ ലൈൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട്. എസ്പെഷ്യലി നമുക്കൊരു ടർബോ വേരിയന്റ് ഈ ഒരു ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിൽ വരുന്നുണ്ട്. ആൻഡ് ബൂട്ട് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഈ സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ആണെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത്. 366 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. 60-40 സ്പ്ലിറ്റ് റേഷ്യോ വരുന്നില്ല. ഫ്ലാറ്റായിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സ്പേസ് കണ്ടെത്താനായിട്ടും സാധിക്കും. മാനുവൽ തന്നെ ക്ലോസ് ചെയ്യേണ്ട ഒരു ടെയിൽ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ റിയർ പ്രൊഫൈൽ ഡിസൈൻ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കാനായിട്ട് ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് റോ ആണ് കൊടുത്തിരിക്കുന്നത്. എസ്പെഷ്യലി നമുക്ക് ഈ ഒരു സെക്കൻഡ് റോയിലെ ഡോറ് 90 ഡിഗ്രി ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് തന്നെ ഏത് പ്രായഭേദമന്യേ ആർക്കും ഈ ഒരു വാഹനത്തിൽ വളരെ ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനായിട്ടും സാധിക്കും. ആൻഡ് 2 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് 3 പേർക്ക് ഇരിക്കാൻ സാധിക്കും. 2 പേരെന്ന് പറയുന്നത് 2 ഹെഡ് റെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നടുവിൽ നമുക്കൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. ബട്ട് ഇതിൽ കപ്പ് ഹോൾഡേഴ്സ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ബട്ട് നമുക്കൊരു ആംറസ്റ്റ് ലഭിക്കുന്നുണ്ട്. ബാക്കിലേക്ക് AC വെൻസുകളും ചാർജിങ് പോർട്സുകളും നമുക്ക് വരുന്നുണ്ട്. ഇനി ഡോർ പാർട്സിലേക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ഏരിയകൾ നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഒരു ബേജ് കളറിലുള്ള ഒരു ആംബ്രസ് നമുക്ക് വരുന്നുണ്ട്. നല്ല വിസിബിലിറ്റി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഓവറോൾ ഒരു ലോങ് ജേണിക്കൊക്കെ ആണെങ്കിൽ നല്ല ലെഗ് സ്പേസും നല്ല ഹെഡ് റൂമും നല്ല അണ്ടർ സപ്പോർട്ടും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്കൻഡ് റോ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിന്റെ ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ള ഡിസൈൻ റീവർക്കുകളാണ് നടന്നിരിക്കുന്നത്. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമുക്കൊരു 2 സ്പോക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ടാറ്റയുടെ മറ്റ് വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഒരു യൂണിറ്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് പുതിയൊരു ഇൻഫർടൈൻമെന്റ് സിസ്റ്റം വരുന്നുണ്ട്. ഈവൻ നമുക്ക് ഒരു വളരെ ഹൈ റെസൊല്യൂഷനായിട്ടുള്ള ഒരു 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. അതും ഈ ഒരു സെഗ്മെന്റിലെ ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചറായിട്ടാണ് ടാറ്റ ഈ ഒരു പഞ്ചിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ വോയിസ് കമാൻഡ് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഓട്ടോ IRVM വരുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഡാഷ്ബോർഡിൽ കൊടുത്തിരിക്കുന്ന ലെയർഡായിട്ടുള്ള കളർ തീം പാറ്റേണും കുറച്ചുകൂടി പ്രീമിയം ഫീൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഫുള്ളി ഒരു ടച്ച് എനേബിൾ ആയിട്ടുള്ള ഒരു പാനലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈവ് മോഡ്സും ഹിൽ ഡിസൈൻ കൺട്രോൾസും അതുപോലെ തന്നെ ഓട്ടോ ACയുടെ ക്ലൈമറ്റ് കൺട്രോൾസിന്റെ ബട്ടൺസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ടച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ഫിസിക്കൽ ബട്ടൺ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് തോന്നി. ആൻഡ് നമുക്ക് ചാർജിംഗ് പോർട്സിൽ വരുന്നുണ്ട്. 65 വാട്ടിന്റെ ചാർജിംഗ് പോർട്ടിൽ വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ ചാർജിംഗ് സോക്കറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി ഫാക്ടേഴ്സ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നമുക്ക് കപ്പ് ഹോൾഡേഴ്സും ഒരു സ്ലൈഡബിൾ ആയിട്ടുള്ള ആംറസ്റ്റ് വരുന്നുണ്ട്. എസ്പെഷ്യലി സീറ്റിന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് വളരെ നല്ല ഒരു അണ്ടർത്തെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു അണ്ടർത്തെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതും ഈ ഒരു സെഗ്മെന്റിലെ മറ്റ് വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് ഒരു ഫീച്ചേഴ്സ് ആണ് ടാറ്റ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മാനുവലി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഏരിയ ആയിട്ടുള്ള ഒരു സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. സോ ഓവറോൾ വെൽ പാക്കേജ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണ്. ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് ടാറ്റ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 5.59 lakhs ടാറ്റ ഈ ഒരു
പഞ്ചിനെ ഏറ്റവും ബേസ് വേരിയന്റിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഒരു 9.49 ലാക്സിന് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് വേരിയന്റും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ പ്രൈസിന്റെ ഫാക്ടേഴ്സ് നോക്കുന്ന സമയത്തും ഫീച്ചേഴ്സിന്റെ കാര്യങ്ങൾ നോക്കുന്ന സമയത്തും ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ടാറ്റയ്ക്ക് ഒരു പഞ്ചിലൂടെ സാധിച്ചിട്ടുണ്ട്. കൂടാതെ സേഫ്റ്റി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ട്രക്കുമായിട്ടുള്ള ക്രാഷ് ടെസ്റ്റിന്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കരസ്ഥമാക്കിയിട്ടുള്ള ഒരു വാഹനമാണ്. 6 എയർ ബാഗ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നിരവധി സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രോപ്പർ സേഫ്റ്റി, വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു കാർ, വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു കാർ, നല്ല പ്രീമിയം ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ കീപ്പ് ചെയ്യാനായിട്ട് ടാറ്റ പഞ്ചിലൂടെ ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എന്താണ് ഏറ്റവും പുതിയ പഞ്ചിലെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ? നമുക്കൊരു പുതിയ പവർഫുൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ വന്നിട്ടുണ്ട്. 120 PS പവറും 170 എണ്ണ ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിൻ വന്നിട്ടുണ്ട്. കൂടാതെ CNGയിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമായിരുന്നു. എന്നാൽ ഈ CNGയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ ആദ്യത്തെ CNGയിലെ ഓട്ടോമാറ്റിക് വാഹനം ഏറ്റവും പുതിയ പഞ്ചിലാണ് വരുന്നത്. സോ നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. 87 BHP പവറും 115 എണ്ണ ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും ഈ ഒരു ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. CNGയിലേക്ക് വരുന്ന സമയത്ത് 73 PS പവറും 103 എണ്ണ ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 5 സ്പീഡ് മാനുവലിലും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു വാഹനം ലഭിക്കുന്നുണ്ട്. ഡിസൈൻ മാറിയിട്ടുണ്ട്. ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് കുറച്ച് റീവർക്ക് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു സേഫർ വാഹനമായിട്ട് മാറ്റാനായിട്ട് ടാറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് പ്രൈസും അട്രാക്റ്റീവ് പ്രൈസിലാണ് ഈ ഒരു വാഹനത്തിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 5.59 ലാക്സ് മുതൽ 9.49 ലാക്സ് വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രം ബേസ് വേരിയൻറ്റ് ടു ടോപ്പ് വേരിയന്റിലേക്കുള്ള പ്രൈസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രൈസ് ബ്രാക്കറ്റിൽ ഈ ഒരു വാഹനം നിങ്ങൾ ചൂസ് ചെയ്യുമോ അതോ ഇതിൻ്റെ മറ്റ് കോമ്പറ്റീറ്റർ മോഡൽസിലേക്ക് പോകുമോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.